അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹീമിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയോട് തൻ്റെ സമുദായത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുവാനും അത്തരം അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള പരീക്ഷണങ്ങളെ സംബന്ധിച്ചും ശിക്ഷയെ സംബന്ധിച്ചുമെല്ലാം ഓർമ്മപ്പെടുത്തുവാനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകുന്നതോടൊപ്പം ആ പരീക്ഷണങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതാണ് ഏറ്റവും വലിയ പരീക്ഷണം. അഥവാ ആ അനുഗ്രഹത്തോട് എങ്ങനെയാണ് ഒരു വിശ്വാസി പ്രതികരിക്കുന്നത് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിനേക്കാൾ വലിയ അമാനത്ത് പരീക്ഷണമാണ്. ബുദ്ധിമുട്ടിനേക്കാൾ അതല്ലെങ്കിൽ പരീക്ഷണത്തേക്കാൾ വലിയ അമാനത്ത് അനുഗ്രഹങ്ങളാണ്. കാരണം അനുഗ്രഹങ്ങളെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നത് വമ്പിച്ച ഒരു പരീക്ഷണമാണ്. അതിൽ തോറ്റുപോയാൽ അവർ പരലോകത്ത് നഷ്ടക്കാരിൽ ഉൾപ്പെട്ടു പോകും. ഈ യാഥാർത്ഥ്യങ്ങളാണ് കഴിഞ്ഞ വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَإِذْ تَأَذَّنَ رَبُّكُمْ لَئِن شَكَرْتُمْ لَأَزِيدَنَّكُمْ وَلَئِن كَفَرْتُمْ إِنَّ عَذَابِي لَشَدِيدٌ. وَقَالَ مُوسَى إِن تَكْفُرُوا أَنْتُمْ وَمَنْ فِي الْأَرْضِ جَمِيعًا فإن الله لغني حميد. ألم يأتكم نبأ الذين من قبلكم قوم نوح وعاد وثمود وثمود والذين من بعدهم لا يعلمهم إلا الله جاءتهم رسلهم بالبينات فردوا أيديهم في أفواههم وقالوا
وقالوا إنا كفرنا بما أرسلتم به وإنا لفي شك مما تدعوننا إليه مريب قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا
وعلى الله فليتوكل المتوكلون. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദി കാണിക്കുവാൻ, അവൻ്റെ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുവാനും അതൊരു വലിയ പരീക്ഷണമാണ് എന്നും പഠിപ്പിച്ചതിന് ശേഷം മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറയുന്നു, അല്ലെങ്കിൽ ചില മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടക്കമുള്ള പ്രവാചകന്മാർ അവരുടെ ജനതയോട് പറഞ്ഞത് അല്ലെങ്കിൽ പറയേണ്ടത്, ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തേണ്ടത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയെ ഓർമ്മപ്പെടുത്തിയതായ അള്ളാഹുവിൻ്റെ ഒരു പ്രഖ്യാപനം മനസ്സിലാക്കി തരികയാണ്. വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ആഹ്വാനം നൽകിയ സന്ദർഭം. തഅദ്ദന എന്ന് പറഞ്ഞാൽ അദിന ഔ അദ്ദന, അനുവാദം നൽകുക, പ്രഖ്യാപിക്കുക, വാഗ്ദാനം നൽകുക, ആഹ്വാനം നൽകുക എന്നൊക്കെ ആ വാക്കിന് അർത്ഥമുണ്ട്. തഅദ്ദന യതഅദ്ദനു തഅദ്ദുനൻ. വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ആഹ്വാനം നൽകിയ അല്ലെങ്കിൽ വാഗ്ദാനം നൽകിയ സന്ദർഭം. എന്തായിരുന്നു ആ വാഗ്ദാനം, അല്ലെങ്കിൽ എന്താണ് റബ്ബിൻ്റെ ആ പ്രഖ്യാപനം? ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. ശകറ യഷ്കുറു ശുക്രൻ, നന്ദി കാണിക്കുക. ലഅസീദന്നകും, സാദ യസീദു, വർദ്ധിപ്പിക്കുക. സിയാദ, ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. ലഅസീദന്നകും, അവിടെ ലാമ് വന്നിട്ടുള്ളത് തഅക്കീദിൻ്റെ ലാമാണ്, ഉറപ്പിച്ചു പറയാനാണ്. അതിനുശേഷം ലഅസീദന്നകും എന്നുള്ള ആ ഒരു പ്രയോഗവും ഉറപ്പിനെ കാണിക്കുന്ന പ്രയോഗമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം ലഇൻ ശകർതും, മനുഷ്യരെ നിങ്ങൾ നന്ദി കാണിച്ചാൽ, ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. വലഇൻ കഫർതും, എന്നാൽ നിങ്ങൾ നന്ദികേട് കാണിച്ചാലോ, കഫറ യക്ഫുറു കുഫ്റാനൻ, നന്ദികേട് കാണിക്കുക. വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ, ഇന്ന അദാബി, നിശ്ചയമായും എൻ്റെ ശിക്ഷ, ലശദീദുൻ, അതികഠിനം തന്നെയാകുന്നു. ഇന്ന അദാബി ലശദീദുൻ, എൻ്റെ ശിക്ഷ അതികഠിനമാകുന്നു. വളരെയധികം പോയിന്റുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരായത്താണിത്. അതിലൊന്ന്, ഇവിടെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓർമ്മപ്പെടുത്തുന്നത്, അതല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അങ്ങനെ പ്രഖ്യാപിക്കാൻ വേണ്ടി പറയുന്നത്, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നു, പ്രഖ്യാപിച്ചിരിക്കുന്നു, വാഗ്ദാനം നൽകിയിരിക്കുന്നു. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനമാണ്, ഒരു വാഗ്ദാനമാണ്. റഹ്മാനായ റബ്ബ് അതൊരിക്കലും തെറ്റിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹു വഅദഹ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള റഹ്മാനായ റബ്ബിൻ്റെ പ്രഖ്യാപനമാണിത്, ആഹ്വാനമാണിത്. വഇദ് തഅദ്ദന റബ്ബുക്കും, ഇനി എന്താണ് ആ പ്രഖ്യാപനം? ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, ലഅസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. ഇവിടെ ഉലമാക്കൾ പറയുന്നത്, ഈ പ്രയോഗത്തിൽ വലിയ ഒരു പൊരുളുണ്ട്. എന്താണ് ആ പൊരുൾ? സാധാരണ നിലക്കുള്ള റിസ്ഖിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്ക് നോക്കാതെ നൽകുന്നു. അവിടെ അത് അള്ളാഹുവിൻ്റെ മശീഅത്തിലേക്കാണ് മടക്കിയത്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്, യഹ്ദീ മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകുന്നു. അവിടങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ മശീഅത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ അള്ളാഹു ഉറപ്പിച്ചു പറയുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്നല്ല, നിങ്ങൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, ഉറപ്പായിട്ടും ഞാൻ വർദ്ധിപ്പിച്ചു തരും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കെന്ന് പറഞ്ഞില്ല.
നിങ്ങൾ നന്ദി കാണിച്ചാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞില്ല. പിന്നെയോ ആര് നന്ദി കാണിച്ചാലും ല അസീദന്നകും, ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് നൽകുക തന്നെ ചെയ്യും. ഉറപ്പിച്ച് പറയാണ്. എന്ന് പറഞ്ഞാൽ ശുക്ർ ചെയ്യുന്നവർക്ക് സിയാദത്തുണ്ട്, അതിൽ സംശയിക്കേണ്ടതില്ല എന്നർത്ഥം. എന്നാൽ എന്താണ് ശുക്ർ? ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. എപ്പോഴാണ് ഒരു ശുക്റായി തീരുന്നത്? ഉലമാക്കൾ അത് വിശദീകരിച്ചു. പ്രധാനമായും ചില കാര്യങ്ങൾ, 3-4 കാര്യങ്ങൾ അതിൽ ഒത്തുവരണം. അതിൽ ഒന്നാമത്തത് നിഅമത്തിനെ തിരിച്ചറിയണം. തഅരീഫുൻ നിഅമ, എന്താണ് നിഅമത്ത്, അത് തിരിച്ചറിയണം. കാരണം ഒരു അനുഗ്രഹമാണെന്നറിയാത്തവന് നന്ദി കാണിക്കാൻ തോന്നൂല. എനിക്ക് കിട്ടിയതൊരു ഫേവറാണ്, ഒരു അനുഗ്രഹമാണ്, ഒരു നന്മയാണ് എന്ന് തിരിച്ചറിയാത്തവൻ എങ്ങനെയാണ് നന്ദി കാണിക്കാൻ കഴിയുക? കണ്ണെന്ന മഹത്തായ അനുഗ്രഹത്തെ തിരിച്ചറിയുന്നവനാണ് കണ്ണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ റബ്ബിനോട് നന്ദി കാണിക്കുന്നത്. കാതിൻ്റെ ഗൗരവം അറിയുന്നവനാണ് ആ വിഷയത്തിൽ നന്ദി കാണിക്കാൻ പറ്റുന്നത്. സമ്പത്തിൻ്റെ അനുഗ്രഹം അതെത്രമാത്രം വലുതാണ് എന്നറിയുന്നവനാണ് ആ വിഷയത്തിൽ നന്ദി കാണിക്കാൻ കഴിയുന്നത്. ആരോഗ്യം എത്രമാത്രം വിലപ്പെട്ടതാണ് എന്നറിയുന്നവനാണ് ആരോഗ്യത്തിൻ്റെ വിഷയത്തിൽ നന്ദി കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ചതൊരു നിഅമത്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതിന് നന്ദി കാണിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം വിശന്നു വലഞ്ഞ ഒരു സന്ദർഭം, വീട്ടിൽ നിന്ന് റസൂലുള്ള പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാണ്. വിശപ്പ് സഹിക്കാഞ്ഞിട്ട് എവിടെന്നെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നറിയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. സ്വഹീഹായ ഹദീസിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തിറങ്ങിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പുറത്ത് കാണാണ്. അപ്പോൾ ചോദിച്ചു, എന്താണ് ഈ ഒരു അസമയത്ത് പുറത്തിറങ്ങിയത്? നബിയെ വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങിയതാണ്. നോക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശന്നിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെന്താണ് ഈ സമയത്ത്? നബിയെ വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങിയതാണ്, എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി. ഈ ഉമ്മത്തിലെ ഏറ്റവും, അതല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 3 വ്യക്തിത്വങ്ങൾ, അവർ വിശപ്പ് സഹിക്കാഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നൊരവസ്ഥ. അവസാനം അൻസാറുകളിൽപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് പോവുകയാണ്, അവരുടെ തോട്ടത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം തന്നെ ലഭിച്ചത് ഒരു ഈത്തപ്പന, അതിൽ നിന്ന് വെട്ടിയെടുത്ത ഒരു കൊല, പാകമായി കൊണ്ടിരിക്കുന്ന ഈത്തപ്പഴം, അതും തണുത്ത വെള്ളവും കിട്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കഴിച്ചപ്പോൾ സഹാബത്തിന് ഓതിക്കൊടുത്തു, ഈ സഹാബികൾക്ക് ഓതിക്കൊടുത്തു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നേരത്തെ വിശന്നതിനെക്കുറിച്ചല്ല റബ്ബ് ചോദിക്കുക, അത്രയും വിശന്നപ്പോൾ ഈ ഈത്തപ്പഴം തിന്നാൻ കിട്ടിയില്ലേ, തണുത്ത വെള്ളം കുടിക്കാൻ കിട്ടിയില്ലേ, അതിനെക്കുറിച്ചാണ് റബ്ബ് ചോദിക്കുക പരലോകത്ത്. ഇത്രയും വിശപ്പുണ്ടായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടി, കഴിക്കാൻ ഈത്തപ്പഴം കിട്ടി. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇതൊക്കെ അള്ളാഹു ചോദിക്കുമോ എന്ന്. കാരണം ഇത് ഇത്രയും ചെറിയൊരു കാര്യമല്ല, വലിയ സമ്പത്തോ സ്വർണമോ വെള്ളിയോ ഒന്നും അല്ലല്ലോ കിട്ടിയത്, കുറച്ച് ഈത്തപ്പഴവും തണുത്ത വെള്ളവും, ഇതിനെക്കുറിച്ച് വരെ ചോദിക്കുമോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ, ഈ കാര്യത്തെക്കുറിച്ച് പോലും. കാരണം നമ്മൾ വിശന്നവരായിക്കൊണ്ടാണ് വീട്ടിൽ നമ്മൾ പുറത്ത് കടന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ വിശപ്പും ദാഹവും മാറിയിരിക്കുന്നു. പിന്നീട് ആ സ്വഹാബി വരുമ്പോഴാണ് അദ്ദേഹം കാണുന്നത് 3 ആളുകളെ. ആരെയാണ് കാണുന്നത്? ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മറ്റൊന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നീട് കാണുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, എന്നെപ്പോലെ ഭാഗ്യം ചെയ്ത ഒരാൾ ദുനിയാവിലുണ്ടാവില്ല. കാരണം എൻ്റെ വീട്ടിൽ വിരുന്ന് വന്നത് ആരാ? ഇതുപോലെ ഒരു വിരുന്നുകാർ ഇനി ഒരാൾക്കും ലഭിക്കാൻ പോണില്ല. അദ്ദേഹം ഉടനെ തന്നെ തൻ്റെ തോട്ടത്തിലേക്ക് പോയി ആട്ടിൻകൂട്ടങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലൊരു ആടിനെ അറക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മറ്റും അദ്ദേഹം ഭക്ഷിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ചോദിച്ച ചോദ്യം എന്താണ്? ഈ വെള്ളത്തെക്കുറിച്ച് നബിയെ അള്ളാഹ് ചോദിക്കുമോ എന്നാണ്. കാരണം അതറിയുമ്പോഴേ അതിന് നന്ദി കാണിക്കണം എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നുള്ളൂ. പലപ്പോഴും നാം അത് മനസ്സിലാക്കുന്നില്ല. നാം തണുത്ത വെള്ളം ധാരാളം കുടിക്കുന്നുണ്ട്. ഇത് കിട്ടാതാവുന്ന രാജ്യത്ത് വെള്ളം കിട്ടാൻ വേണ്ടി, ഭക്ഷണം കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആ ക്യൂകളിലേക്ക് പോലും പലപ്പോഴും ബോംബുകളും
അതേപോലെ തന്നെയുള്ള ആയുധങ്ങൾ കൊണ്ട് കടന്നു വരുന്ന പട്ടിണി കിടക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നില്ലേ? അപ്പോഴാണ് നാം താമസിക്കുന്ന വീടെന്ന മഹത്തായ അനുഗ്രഹം, നാം കൊള്ളുന്ന AC-യുടെ ആ തണുപ്പിൻ്റെ അനുഗ്രഹം, നാം കഴിക്കുന്ന ഭക്ഷണമാകുന്ന അനുഗ്രഹം, നാം കുടിക്കുന്ന വെള്ളമാകുന്ന അനുഗ്രഹം, നമ്മുടെ നാട്ടിൽ നാം അനുഭവിക്കുന്ന നിർഭയത്വം, ഇതിൻ്റെയൊക്കെ ഒരു വില തിരിച്ചറിയണമെങ്കിൽ ഇതൊക്കെ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് കണ്ണോടിക്കണം. അതുകൊണ്ട് തന്നെ ശുക്ർ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറഞ്ഞു തഅരീഫുൻ നിഅമ, ഒന്നാമത് കിട്ടിയ നിഅമത്തിനെ തിരിച്ചറിയണം, അത് ഏറ്റവും വലിയ ശുക്രാണ്, ശുക്രിൻ്റെ ഭാഗമാണത്. 2 തഅരീഫുൽ മുൻഇം, ഈ അനുഗ്രഹം തന്നതാരാണെന്ന് തിരിച്ചറിയണം, എങ്കിലേ പ്രോപ്പർ സ്ഥലത്ത് നന്ദി കാണിക്കാൻ പറ്റുള്ളൂ. ഇതാരാ തന്നത്? വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, നിങ്ങൾക്ക് എന്തൊരു നിഅമത്ത് കിട്ടുന്നുണ്ടോ അത് അള്ളാഹുവിൽ നിന്നാണ്. ദുനിയവിയായ ഒരുപാട് സബബുകൾ കാണാം, പക്ഷെ ആ സബബുകളുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്. ആ സബബുകളെ ആരാ സൃഷ്ടിച്ചത്? റഹ്മാനായ റബ്ബാണ്. അതുകൊണ്ട് തന്നെ ഏത് അനുഗ്രഹത്തിൻ്റെയും ശുക്ർ, ഹംദ് അള്ളാഹുവിലേക്കാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവിനാകുന്നു എല്ലാ സ്തുതികളും. അപ്പോൾ അനുഗ്രഹം നൽകിയവനെയും തിരിച്ചറിയണം, അഥവാ റഹ്മാനായ റബ്ബിനെ തിരിച്ചറിയണം. അത് ശുക്രിൻ്റെ 2ാമത്തെ ഭാഗമാണ്. ശുക്രിൻ്റെ 3ാമത്തെ ഭാഗമാണ് ആ നിഅമത്ത് നാം എടുത്തു പറയേണ്ട സന്ദർഭങ്ങളിൽ. വഅമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്, റഹ്മാനായ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അത് നാവ് കൊണ്ടുമാവാം, പ്രവൃത്തി കൊണ്ടുമാവാം. എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വളരെ പരുക്കൻ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരാൾ വന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിനറിയാം കുറച്ചൊക്കെ ലോലമായ സോഫ്റ്റായ ഡ്രസ്സ് ധരിക്കാൻ കഴിവുള്ള ആളാണ്. എന്നിട്ടും അദ്ദേഹം പരുക്കൻ വസ്ത്രം ധരിച്ചു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു, നല്ല ഡ്രസ്സ് ഇടാൻ അള്ളാഹു കഴിവ് തന്നിട്ടില്ലേ? ഉണ്ട്. എങ്കിൽ ആ നിഅമത്ത് നിൻ്റെ ശരീരത്തിൽ കാണുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആ അനുഗ്രഹം നിൻ്റെ ശരീരത്തിൽ കാണുന്നത് റഹ്മാനായ റബ്ബ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കഴിവുള്ള ആളുകൾ ആ നിലക്ക് ആ അനുഗ്രഹങ്ങളെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണം. അത് അള്ളാഹുവിനോട് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ്. 4ാമത്തത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു വിഷയമാണ്. അവിടെയാണ് മഹാഭൂരിപക്ഷം ആളുകൾക്കും തെറ്റുപറ്റുന്നത്, അബദ്ധം പറ്റുന്നത്. എന്താണത്? ഏതൊരു നിഅമത്താണോ റബ്ബ് നൽകിയത് അത് അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിൽ ഉപയോഗപ്പെടുത്താതിരിക്കുക, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇതാണ് ശുക്രിൻ്റെ യഥാർത്ഥ ശുക്ർ എന്ന് പറയുന്നത്. അതാണ് അള്ളാഹു കണ്ണ് നൽകി, എന്നിട്ട് പറഞ്ഞു വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. ഈമാനുള്ളവരോട് പറയണം അവരവരുടെ ദൃഷ്ടികൾ താഴ്ത്തട്ടെ. കണ്ണനുഗ്രഹമാണ്. പക്ഷേ റബ്ബ് പറയാണ് എല്ലായിടത്തേക്കും നോക്കരുത്, നിങ്ങൾക്ക് നോക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, അവിടെ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തണം. യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും, ലൈംഗിക അവയവങ്ങൾ എന്ന് പറയുന്നത് വമ്പിച്ച അനുഗ്രഹമാണ്, പക്ഷെ അത് ഹറാമിൽ ഉപയോഗിക്കാൻ പാടില്ല. കേൾക്കാനുള്ള കഴിവ് വമ്പിച്ച അനുഗ്രഹമാണ്, പക്ഷേ ഹറാമുകൾ കേൾക്കരുത്. നാവ് എന്നത് വമ്പിച്ച നിഅമത്താണ്, പക്ഷേ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ സംസാരിക്കരുത്. സമ്പത്ത് വലിയ അനുഗ്രഹമാണ്, പക്ഷേ അള്ളാഹു ഹറാമാക്കിയ വഴികളിൽ അത് ചെലവഴിക്കരുത്. സ്ഥാനമാനങ്ങൾ വമ്പിച്ച അനുഗ്രഹമാണ്, പക്ഷേ അത് അക്രമത്തിനും അനീതിക്കും വേണ്ടി ഉപയോഗപ്പെടുത്തരുത്. ഇങ്ങനെ റഹ്മാനായ റബ്ബ് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ ഈ അനുഗ്രഹങ്ങളെ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ മാത്രമേ ഞാൻ ഉപയോഗപ്പെടുത്തൂ. റഹ്മാനായ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുന്ന ഒരു വിഷയത്തിലും ഈ അനുഗ്രഹങ്ങളെ ഞാൻ ഉപയോഗപ്പെടുത്തുകയില്ല എന്ന ഉറച്ച തീരുമാനമാണ് യഥാർത്ഥ ശുക്ർ എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ശുക്ർ. അതുകൊണ്ടാണ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇഅ്മലു ആല ദാവൂദ ശുക്റാ വഖലീലും മിൻ ഇബാദിയ ശക്കൂർ. ഓ ദാവൂദ് കുടുംബമേ, നിങ്ങൾ നന്ദി പ്രവർത്തിക്കൂ എന്നാണ് പറഞ്ഞത്, നന്ദി പറയൂ എന്നല്ല. ഇഅ്മലു എന്നാണ്. ഇഅ്മലു ആല ദാവൂദ ശുക്റാ, ശുക്രിനെ അമലാക്കൂ എന്നാണ്. എന്താണ് ശുക്രിനെ അമലാക്കാൻ പറഞ്ഞത്? റബ്ബിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തൂ. വഖലീലും മിൻ ഇബാദിയ ശക്കൂർ, എൻ്റെ അടിമകളിൽ നന്ദി കാണിക്കുന്നവർ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ. ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണ്? ശരിക്കും ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഇബ്ലീസ് റബ്ബിനോട് പറഞ്ഞത് വലാ തജിദു അക്സറഹും ശാകിരീൻ,
മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തെയും നന്ദി കാണിക്കുന്നവരായി കണ്ടെത്താൻ റബ്ബേ നിനക്ക് കഴിയില്ല. ഞാനവരെ നന്ദി കെട്ടവരാക്കും. ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ പരിശ്രമം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ നന്ദി കെട്ടവനാക്കാമെന്നാണ്. കുഫ്ർ അതിൻ്റെ ഭാഗമാണ്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന ആ ദൈവമില്ല എന്ന് പറയുന്നവനേക്കാൾ നന്ദി കെട്ട മനുഷ്യൻ ആരാണുള്ളത്? ഒരു നിരീശ്വരവാദിയേക്കാൾ, ഒരു യുക്തിവാദിയേക്കാൾ നന്ദി കെട്ട മനുഷ്യൻ വേറെ ആരാണുള്ളത്? എല്ലാ അനുഗ്രഹങ്ങളും റബ്ബിൽ നിന്ന് ലഭിച്ചിട്ടും സൃഷ്ടികളെ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനേക്കാൾ നന്ദി കെട്ടവൻ വേറെ ആരാണുള്ളത്? ഇബാദത്തുകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും റഹ്മാനായ റബ്ബിന് പുറമെ സൃഷ്ടികൾക്ക് നൽകുന്ന, ഒരു അവകാശവുമില്ലാത്തവർക്ക് നൽകുന്നവനേക്കാൾ വലിയ നന്ദി കെട്ടവൻ ആരാണുള്ളത്? അതുകൊണ്ടാണ് സത്യനിഷേധത്തിൻ്റെ മറ്റൊരു കുഫർ എന്ന വേർഡാണ് ഉപയോഗിക്കുന്നത്. അതിന് അറബി ഭാഷയിലെ അവിഭാജ്യമായ അർത്ഥം നന്ദികേട് എന്നാണ്. എല്ലാ സത്യനിഷേധവും നന്ദികേടിൻ്റെ പ്രോഡക്റ്റാണെന്നർത്ഥം. കുഫർ നന്ദികേടാണ്, ഷിർക്ക് നന്ദികേടാണ്. അതുകൊണ്ട് കുഫറും ഷിർക്കും ഒക്കെ യഥാർത്ഥത്തിൽ നന്ദികേട് എന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. നന്ദികേട് എന്ന അവസ്ഥയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ നന്ദികേടുകളുണ്ട്. കുഫറും ഷിർക്കുമെല്ലാം വലിയ നന്ദികേടാണെങ്കിൽ റഹ്മാനായ റബ്ബ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഹറാമായ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തുന്നതും ഒരു തരം കുഫർ തന്നെയാണ്. ശ്രദ്ധിക്കുക, അത് ചെറിയ കുഫറാണ്. ഒരു വിശ്വാസികളിൽ ഒരിക്കലും അതുണ്ടാകുവാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതാണ് നന്ദി എന്ന് പറയുന്നത്, റബ്ബിനെ അനുസരിച്ച് ജീവിക്കുക. അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ ലഅസീദന്നകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ആ അനുഗ്രഹത്തിൽ സിയാദത്ത് നൽകുന്നതാണ്, ബറക്കത്ത് നൽകുന്നതാണ്. കാരണം ഏത് വിഷയത്തിലാണോ നിങ്ങൾക്കൊരു നിഅമത്ത് കിട്ടിയത്, ആ നിഅമത്തിന് നിങ്ങൾ ശുക്ർ കാണിച്ചാൽ അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ആ നിഅമത്തിലാണോ ബറക്കത്ത് ഉണ്ടാവുന്നത്. ഏതിലാണോ നന്ദി കാണിക്കുന്നത് ആ നിഅമത്തിൽ ബറക്കത്തുണ്ടാകും. അതുകൊണ്ടാണല്ലോ ധനം ചെലവഴിക്കാൻ പറഞ്ഞു. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ആളുകൾ അള്ളാഹു നൽകിയ ധനത്തിൽ നിന്ന് ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ, അള്ളാഹു ധാരാളമായി അയാൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്, ഇരട്ടി ഇരട്ടിയായി നൽകും. വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ, നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും റബ്ബ് പകരം വെക്കും, അവൻ ഏറ്റവും ഖൈറായ രൂപത്തിൽ നൽകുന്നവനാണ്. സിയാദത്തുണ്ടാകും. ആരോഗ്യം നശിച്ചു പോകുന്നതിനെക്കുറിച്ച് നമുക്ക് ഭൗതികമായ ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷേ ഫുഖഹാക്കൾ, ആരിഫീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അവർ പറയുന്നത് നമ്മുടെ ആരോഗ്യത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നത് ഒന്ന് നമ്മുടെ ധാർമ്മികമായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതമാണ്. നിങ്ങൾ പഠനങ്ങളെടുത്തു നോക്കൂ, മനുഷ്യൻ്റെ മനസ്സും അതിൻ്റെ വിശ്വാസവും മനുഷ്യൻ്റെ ആരോഗ്യത്തെ നിർണായകമായി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നിർണായകമായ സ്വാധീനമാണ്. കണ്ണിന് കാഴ്ചശക്തി, ഹറാമുകൾ കാണുന്നത് ഒഴിവാക്കിയാൽ തന്നെ കണ്ണിന് കാഴ്ചശക്തി ഉണ്ടാവുന്ന, കണ്ണിൻ്റെ കാഴ്ചശക്തിയിൽ ബറക്കത്ത് കുറയും. എപ്പോൾ? ഹറാമുകൾ കാണുമ്പോൾ. അത് രണ്ട് നിലക്കാണ്. ഒന്ന് കാണേണ്ടത് കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹറാമുകളിൽ നിന്ന് കണ്ണിനെ സംരക്ഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ധാരാളമായി കാണാനുള്ള ഭാഗ്യം ആ കണ്ണുകൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ മറ്റുള്ള ആളുകൾ കാണാത്തത് അയാൾക്ക് കാണാൻ പറ്റും, മറ്റുള്ള ആളുകൾ കേൾക്കാത്തത് ഒരാൾക്ക് കേൾക്കാൻ പറ്റും. ഹറാമുകൾ കേൾക്കാത്ത ഒരാൾക്ക് ഖൈറാത്തുകൾ ധാരാളം കേൾക്കാനുള്ള തൗഫീഖ് ഉണ്ടാവും. എന്നാൽ ഗീബത്തും നമീമത്തും സംഗീതവും കേൾക്കുന്ന ആളുകൾക്ക് ഖുർആൻ കേൾക്കാനോ ഹദീസ് കേൾക്കാനോ മടിയുണ്ടാകും. നിങ്ങൾ എവിടെയാണോ നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തെയും നമ്മൾ ഹറാമിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഹലാലിലും പുണ്യത്തിലും ഉപയോഗിക്കാനുള്ള തൗഫീഖ് തടയപ്പെടും. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ചിലപ്പോൾ രാത്രി നമസ്കാരം നഷ്ടപ്പെടും. ഒരു മഹാനായ പണ്ഡിതൻ പറയുന്നത്, എനിക്ക് ദിവസങ്ങളോളം മാസങ്ങളോളം രാത്രി നമസ്കരിക്കാൻ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്ത ഒരു ഹറാം കാരണത്താലാണ് എനിക്കത് തടയപ്പെട്ടത്, എനിക്ക് ആ തൗഫീഖ് തടയപ്പെട്ടെന്ന് മനസ്സിലായി. പിന്നീട് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയപ്പോൾ ആ തൗഫീഖ് തിരിച്ചു കിട്ടി. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം വീട്ടിൽ നിന്ന് തൻ്റെ ഉസ്താദായ ഇമാം വക്കീഅ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതോ ഒരു സ്ത്രീ ഒട്ടകപ്പുറത്തേക്ക് കയറുമ്പോൾ ആ സ്ത്രീയുടെ കണങ്കാലൊന്ന് വെളിവായി.
ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കണ്ണ് അറിയാതെ ഒന്നങ്ങോട്ട് പോയി, ചെറിയ പ്രായവുമാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്, എനിക്ക് ഹിഫ്ളാക്കുന്നതിൽ ഒരു തടസ്സം, നേരത്തുള്ള ആ ഹിഫ്ളിൻ്റെ പവറില്ല. ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഷക്കൗതു ഇലാ വക്കീഇൻ സൂഅ ഹിഫ്ളി, ഉസ്താദിന് കാര്യം മനസ്സിലായി. ഫഅർഷദനി ഇലാ തർക്കിൽ മആസി വഅല്ലമനി ലിഅന്നൽ ഇൽമ നൂറുൻ വഇൽമുൻ നൂരി ലാ യുഹ്ദാ ലിആസി. ഉസ്താദിനോട് ഞാൻ വിവരം പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഹറാമ് ചെയ്യരുത് മോനെ, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണം, തെറ്റുകൾ ചെയ്യരുത്. കാരണം അറിവെന്നത് പ്രകാശമാണ്, അത് അനുസരണക്കേട് കാണിക്കുന്നവർക്ക് നൽകപ്പെടുന്നതല്ല. റബ്ബിനെ ഭയപ്പെടുന്നവർക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ലഇൻ ശകർതും ലഅസീദന്നക്കും, നിങ്ങൾ നന്ദി കാണിച്ചാൽ റബ്ബ് വർദ്ധിപ്പിച്ചു തരും. ഇൽമിൻ്റെ ശുക്ർ എന്താണ്? ഉലമാക്കൾ പറഞ്ഞു അമലാണ്. ഇൽമിൻ്റെ ശുക്ർ അമലാണ്. ഒരാൾ ഇൽമ് നേടി അമലാക്കുന്നില്ലെങ്കിൽ അയാൾക്ക് മറ്റു ഇൽമുകൾ തടയപ്പെടും, അത് കിട്ടൂല. അയാളുടെ ചുറ്റിലുണ്ടാവും, അയാളുടെ ചുറ്റിൽ നിന്നും ഖുർആൻ ഓതുന്നുണ്ടാകാം, പക്ഷേ ആ ഖുർആനിൻ്റെ സ്വാധീനം ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറയിട്ട് കളയുന്നതാണ്. വൈദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറ എന്നാണ്. നബിയെ താങ്കൾ ഖുർആൻ ഓതിയാൽ, വഇദാ ഖറഅതൽ ഖുർആന, നബിയുടെ സദസ്സിൽ രണ്ടു കൂട്ടരുണ്ടാവും. ഒരാൾക്ക് അതിലൂടെ ഈമാൻ വർദ്ധിക്കും, വേറൊരാൾക്ക് വലാലത്തും കുഫറും വർദ്ധിക്കും. ഒരേ ആയത്ത് കേൾക്കുന്നത് ഒരേപോലെയുള്ള ചെവി കൊണ്ട്, പക്ഷേ ഒരാൾക്ക് ഈമാൻ വർദ്ധിച്ചപ്പോൾ മറ്റൊരാൾക്ക് വലാലത്താ വർദ്ധിച്ചത്. എന്തുകൊണ്ട്? ഹിജാബൻ മസ്തൂറ, അള്ളാഹു ഒരു ഹിജാബം ഇട്ട് കളയുന്നതാണ്. റഹ്മാനായ റബ്ബ് ഹിജാബ് ഇട്ടാൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് അതിനെ മറികടക്കാൻ കഴിയുന്നത്? ഇൽമിൻ്റെ ശുക്ർ അമലാണ്. പ്രവർത്തിക്കൂ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കൂ. റഹ്മാനായ റബ്ബ് നൽകിയ ആരോഗ്യവും കണ്ണും കാതും ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും ഹലാലിൽ ഉപയോഗപ്പെടുത്തുന്നവർക്ക് ഇൻഷാ അല്ലാഹ് അവരുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും, അവരുടെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും, അവരുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും, അവരുടെ സന്താനങ്ങളിൽ പോലും ബറക്കത്തുണ്ടാകും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ലഇൻ ശകറതും ലഅസീദന്നക്കും, തഅക്കീദ് ചെയ്താണ് പറഞ്ഞത്. അടുത്ത് നോക്കൂ നിങ്ങൾ, വലഇൻ കഫറതും, ഇനി നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ അവിടെയും തഅക്കീദിൻ്റെ രണ്ട് വേർഡ്സാണ് വന്നിട്ടുള്ളത്, ഹർഫുകളാണ് വന്നിട്ടുള്ളത്. ഇന്ന അദാബി, നിശ്ചയമായും എൻ്റെ ശിക്ഷ. ഇന്ന അത് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ്. ഇന്ന അദാബി ഷദീദ് എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ ലഷദീദ്, അതികഠിനമാകുന്നു എന്ന് പറഞ്ഞാൽ നന്ദികേട് കാണിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കും. അത് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ജീവിതത്തിലേക്ക് വരും. അള്ളാഹുവിൻ്റെ പിടുത്തത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഹും ലാ യശഊറൂൻ, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ്. നിങ്ങൾക്ക് മനസ്സിലാവരുത് എവിടെ നിന്നാണ്. അന്നഹാദ, ഇത് എവിടെ നിന്നാണ്? ഹുവ മിൻ ഇൻദില്ലാഹ്, റഹ്മാനായ റബ്ബ് നൽകിയതാണ്. റഹ്മാനായ റബ്ബിൽ നിന്നാണ് ഖൈറായതായും ഷർറായ ഖദറുകളൊക്കെ റഹ്മാനായ റബ്ബിൽ നിന്നാണ്. പക്ഷേ അതിൻ്റെ സബബ് എങ്ങനെയാണ്? അതിൻ്റെ സബബ് നിങ്ങളാണ്. നമ്മളുടെ പ്രവർത്തനങ്ങൾ കാരണത്താലാണ് ഉണ്ടാകുന്നത്. വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടോ അത് നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ ഓതിയത്, ഒരു മുസീബത്ത് വന്നാൽ ഖുൽതും അന്ന ഹാദാ ഖുൽ ഹുവ മിൻ ഇൻദി അൻഫുസികും, ഇതെവിടെ നിന്നാണ് ഈ മുസീബത്ത് വന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. അത് നിങ്ങളിൽ നിന്ന് തന്നെയാണ്. മിൻ ഇൻദി അൻഫുസികും, അത് നിങ്ങളിൽ നിന്ന് തന്നെയാണ് അത് വരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കാരണത്താൽ അവരിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സൂറത്തു റാദിൽ പഠിച്ചില്ലേ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു സമുദായത്തിന്, ഒരു വ്യക്തിക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം അയാളുടെ നിലപാടിൽ അയാൾ മാറ്റം വരുത്താത്ത കാലത്തോളം അള്ളാഹു എടുത്തു കളയുകയില്ല. ഒരനുഗ്രഹം നമുക്ക് കിട്ടിയിട്ട് അത് നമ്മളിൽ നിന്ന് എടുക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ അവരാണെന്ന് റഹ്മാനായ റബ്ബ് നമുക്ക് വ്യക്തമാക്കി തരികയാണ്. സൂറത്തുൽ അൻഫാലിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ കാര്യം പറയുന്നുണ്ട്. ദാലിക ബി അന്നല്ലാഹ ലം യകു മുഗയ്യിറൻ നിഅമതൻ അൻഅമഹാ അലാ ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലം യകു മുഗയ്യിറൻ നിഅമതൻ, ഒരു അനുഗ്രഹം അല്ലാഹു മാറ്റൂല. അൻഅമഹാ അലാ ഖൗമിൻ, ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന്, ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ അല്ലാഹു മാറ്റുകയില്ല. ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം,
നിങ്ങൾ നിങ്ങളുടെ നിലപാട് മാറ്റാത്ത കാലത്തോളം. നമ്മുടെ നിലപാട് മാറിയാൽ അനുഗ്രഹങ്ങൾ എടുക്കപ്പെട്ടു പോകും. വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ എൻ്റെ ശിക്ഷ കഠിനമാണ്. അതുകൊണ്ട് നന്ദി കാണിക്കൂ, അള്ളാഹു വർദ്ധിപ്പിച്ചു തരും, അനുഗ്രഹങ്ങൾ നിലനിൽക്കും, ഇരുലോകത്തും വർധനവുണ്ടാകും. നന്ദികേട് കാണിക്കരുത് എന്ന വളരെ വലിയ കാര്യമാണ് 7-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. വഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇൻ തക്ഫുറു, നിങ്ങൾ നന്ദികേട് കാണിക്കുകയാണെങ്കിൽ, അൻതും നിങ്ങളും, വമാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും ജിന്നുകളും, അതാണ് വമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും, അഥവാ മനുഷ്യരാകട്ടെ ജിന്നുകളാകട്ടെ ആര് തന്നെയാകട്ടെ, ഭൂമിയിലുള്ളവർ മുഴുവനും നന്ദികേട് കാണിച്ചാലും ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലഗനിയ്യുൻ, അവൻ പ്രതാപിയാണ്, പരാശ്രയമുക്തനാണ്, അതേപോലെ തന്നെ ഹമീദുൻ, സ്തുത്യർഹനുമാകുന്നു. നിങ്ങൾ നന്ദികേട് കാണിച്ചാലും അള്ളാഹു ഗനിയാണ്. സകല മനുഷ്യരും നന്ദികേട് കാണിച്ചു എന്ന് വിചാരിക്കാം. ഖുദ്സിയായ ഒരു ഹദീസിൽ നമുക്ക് കാണാം, നിങ്ങളിൽ ഒരാൾ, ലൗ അന്ന അവ്വലക്കും വ ആഖിറക്കും വ ഇൻസക്കും വ ജിന്നക്കും കാനൂ അലാ അഫ്ജരി ഖൽബി റജുലി വാഹിദിൻ മിൻകും ലാ യൻഖുസു ദാലിക ഫീ മുൽക്കി ഷൈഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളിൽ ആദ്യത്തെ ആൾ, അഥവാ ആദം നബി മുതൽക്ക് ലോകാവസാനം വരെയുള്ള മനുഷ്യരും ജിന്നുകളും, സകല ജിന്നുകളും, അവരെല്ലാവരും ലോകത്തിലെ ഏറ്റവും ഫാജിറായ ഒരാളുടെ ഹൃദയമാണ് എല്ലാവർക്കും എന്ന് വിചാരിക്കുക. ഫിറഔനിനെ പോലുള്ള ഒരു ഹൃദയം, അബൂജഹലിനെ പോലുള്ള ഒരു ഹൃദയം, ഇബ്ലീസിനെ പോലുള്ള ഒരു ഹൃദയമാണ് ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യർക്കും എന്ന് വിചാരിക്കുക. ലാ യൻഖുസു ദാലിക ഫീ മുൽക്കി ഷൈഅ, എൻ്റെ അധികാരത്തിൽ നിന്ന് ഒന്നും തന്നെ അത് കുറച്ച് കളയില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നാവുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, റബ്ബിന് അതിൽ നിന്ന് ഒന്നും വർദ്ധിക്കാനില്ല. നിങ്ങൾ നന്ദികേട് കാണിച്ചാൽ റബ്ബിൻ്റെ അധികാരത്തിൽ നിന്ന്, അവൻ്റെ അസ്മാഉ വ സിഫാത്തുകൾക്ക് എവിടെയും ഒരു കോട്ടവും വരാനില്ല. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. വഖാല മൂസ ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർദി ജമീഅ ഫഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ലഗനിയ്യുൻ, ഗനി എന്ന് പറഞ്ഞാൽ ആരുടെയും ആശ്രയം റബ്ബിന് ആവശ്യമില്ല. മനുഷ്യരുടെയോ അവരുടെ പ്രവർത്തനങ്ങളുടെയോ ഒരു ആവശ്യം, ഒരാശ്രയം റഹ്മാനായ റബ്ബിന് വേണ്ടതില്ല. എന്ന് മാത്രമല്ല, നിങ്ങളൊക്കെ നന്ദികേട് കാണിച്ചാലും അള്ളാഹു ലഗനിയുൻ എന്ന് പറഞ്ഞ് നിർത്താതെ പിന്നെ പറഞ്ഞെന്താണ്, ഹമീദുൻ അഥവാ മഹ്മൂദുൻ, അവൻ സ്തുത്യർഹനാണ്. മനുഷ്യർ നന്ദികേട് കാണിച്ചതുകൊണ്ട് റഹ്മാനായ റബ്ബനെ പ്രശംസിക്കാൻ ആളില്ലാതെ പോകുമോ? സൃഷ്ടികളില്ലാതെ പോകുമോ? അവൻ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ പോലും, ശരിക്കും പഠിച്ചു വെച്ചോളൂ, റഹ്മാനായ റബ്ബ് സൃഷ്ടി നടത്തിയിട്ടില്ലെങ്കിലും അള്ളാഹു ആര് തന്നെയാണ്? ഖാലിഖാണ്. ശരിക്കും ശ്രദ്ധിക്കുക, അള്ളാഹു സൃഷ്ടി നടത്തിയിട്ടില്ലെങ്കിലും റഹ്മാനായ റബ്ബ് ഖാലിഖാണ്. ഒരു സൃഷ്ടിയും റഹ്മാനായ റബ്ബിനെ സ്തുതിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു അവൻ്റെ ദാത്തിൽ ആരാണ്? ഹമീദാണ്, മഹ്മൂദാണ്. സൃഷ്ടികൾ അവനെ സ്തുതിക്കുമ്പോൾ മാത്രമാണോ അള്ളാഹു മഹ്മൂദാവുന്നത്? അല്ല, മറിച്ച് ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർദി ജമീഅ ഫഇന്നല്ലാഹ ലഗനിയ്യുൻ ഹമീദ്. അള്ളാഹു ഗനിയാണ്, ഹമീദാണ്. സൃഷ്ടികൾ അവനെ സ്തുതിച്ചിട്ടില്ലെങ്കിൽ പോലും അവൻ ഹമീദ് തന്നെയാണ്. അവൻ്റെ ദാത്തിനോ അവൻ്റെ സിഫാത്തുകൾക്കോ അവൻ്റെ അസ്മാഇകൾക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്കാണ് ഖൈർ. സകല മനുഷ്യരോടും അള്ളാഹു പറയാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനൊന്നും സംഭവിക്കാനില്ല. ലോകത്തിലുള്ള മുഴുവൻ നിഷേധികളോടും മുഴുവൻ നന്ദി കെട്ടവരോടും നമുക്ക് പറയാനുള്ളത്, നാം പോലും സ്വയം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നന്ദികേട് കാണിച്ചാൽ അതിൻ്റെ പോരായ്മ, അതിൻ്റെ പ്രശ്നം നമുക്കാണ്, റഹ്മാനായ റബ്ബിനല്ല. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിക്കണം, നന്ദികേട് കാണിക്കരുത്. അങ്ങനെ നന്ദികേട് കാണിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ്. അതിലേക്കൊരു ഉദാഹരണമായിട്ട് അള്ളാഹു പറയുകയാണ്, അലം യഅ്തികും, നിങ്ങൾക്ക് വന്നിട്ടില്ലേ? അതായഅ്തി, വരിക. അലം യഅ്തികും, നിങ്ങൾക്ക് വന്നിട്ടില്ലേ? നബഉല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ വൃത്താന്തങ്ങൾ, വാർത്തകൾ വന്നു കിട്ടിയിട്ടില്ലേ? ആരൊക്കെയാണവർ? ഖൗമി നൂഹിൻ വ ആദിൻ വ സമൂദ്,
നൂഹ് നബിയുടെ ജനതയെക്കുറിച്ച്, ആദ് സമൂഹത്തെക്കുറിച്ച്, സമൂദ് ഗോത്രത്തെക്കുറിച്ച്, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെക്കുറിച്ച്, ആ പ്രവാചകന്മാരെ ധിക്കരിച്ചപ്പോൾ അള്ളാഹു അവരെ എങ്ങനെ പിടികൂടി എന്നതിനെക്കുറിച്ചുള്ള വൃത്താന്തങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലേ എന്ന് നബിയെ ചോദിക്കൂ മക്കയിലെ ബഹുദൈവാരാധകരോട്. വല്ലദീന മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്നവരും, ഫിർഔനിന് സംഭവിച്ചത്, ലൂത്ത് നബിയുടെ ജനതയ്ക്ക് സംഭവിച്ചത്, അങ്ങനെ തുടങ്ങി എല്ലാ പ്രവാചകന്മാരുടെ സമൂഹത്തിനും സംഭവിച്ചത്. വല്ലദീന മിൻ ബഅദിഹിം, ഇവർക്കൊക്കെ ശേഷം വന്നവർ. ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അവരെക്കുറിച്ചുള്ള ഇൽമ് റഹ്മാനായ റബ്ബിനല്ലാതെ അറിയില്ല. ഒരുപാട് തലമുറകളെക്കുറിച്ച് മാനവരാശിക്ക് അറിയില്ല എന്നാണ്. ഇതിൻ്റെ തഫ്സീറിൽ ചില പണ്ഡിതന്മാർ പറയുന്നത്, ചില ആളുകൾ നസബ് പറയുമെന്ന് പറയുന്നു, വാദിക്കുന്നുണ്ട്. വഹുവ ഖാദിബുൻ എന്നാണ്. അവർ ഖാദിബാണ്, ഒരു നിശ്ചിത പരിധി വരെ പോകും, അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല എന്നാണ്. എന്തുകൊണ്ട്? ഈ ആയത്താണ് തെളിവ്. എന്താ അള്ളാഹ് പറയുന്നത്? ലാ യഅലമുഹും ഇല്ലല്ലാഹ്, അള്ളാഹ്ക്കല്ലാതെ അവരെക്കുറിച്ച് അറിയില്ല എന്നാണ്. ഒരുപാട് തലമുറകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടാതെ വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു പറഞ്ഞു തരാത്തവരുണ്ട് എന്നർത്ഥം. ഈ സമൂഹങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാൻ പറ്റിയത് വേദഗ്രന്ഥങ്ങളിലുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിന് എത്തിപ്പെടാൻ കഴിയാത്ത, അതല്ലെങ്കിൽ അന്വേഷണത്തിന് എത്തിപ്പെടാൻ കഴിയാത്ത റബ്ബിന് മാത്രം അറിയാവുന്ന ഒരുപാട് തലമുറകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വല്ലദീന മിൻ ബഅദിഹിം ലാ യഅലമുഹും ഇല്ലല്ലാഹ്, റബ്ബിനല്ലാതെ അവരെക്കുറിച്ച് അറിയില്ല. ജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, ജാഅതുഹും അവരിലേക്ക് വന്നു, റുസുലുഹും അവരിലേക്കുള്ള റസൂലുകൾ വന്നു, ബിൽ ബയ്യിനാത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി ധാരാളം പ്രവാചകന്മാർ ആ സമൂഹങ്ങളിലേക്ക് കടന്നു വന്നു. ഫറദ്ദു ഐദിയഹും ഫീ അഫ്വാഹിഹിം, ഫറദ്ദു റദ്ദ യറുദ്ദു റദ്ദൻ, ഫറദ്ദു ഐദിയഹും അവർ അവരുടെ കൈകളെ, യദിൻ്റെ ജംആണ് ഐദി, ഫറദ്ദു ഐദിയഹും അവർ അവരുടെ കൈകളെ മടക്കി. എങ്ങോട്ട്? ഫീ അഫ്വാഹിഹിം അവരുടെ വായിലോട്ട് മടക്കി. ഫാഹ് അല്ലെങ്കിൽ ഫൂഹ് എന്നതിൻ്റെ ജംആണ് അഫ്വാഹ്, വായകൾ. അവരുടെ വായിലേക്ക് അവർ അവരുടെ കൈകളെ മടക്കുകയാണ് ചെയ്തത്, അഥവാ വിരൽ കടിക്കുന്നതിനാണ് അത് ഉപയോഗിക്കുന്നത്. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഇന്ന കഫർന, നിശ്ചയമായും ഞങ്ങൾ നന്ദികേട് കാണിക്കുകയാണ്, ഞങ്ങൾ നിഷേധം കാണിക്കുകയാണ്. ഇന്ന കഫർന, കഫറ യക്ഫുറു കുഫ്റൻ വ കുഫ്റാന, ഞങ്ങൾ നിഷേധിക്കുന്നു. ബിമാ ഉർസിൽതും ബിഹ്, ഏതൊന്നുകൊണ്ടാണോ നിങ്ങൾ അയക്കപ്പെട്ടത് ആ റിസാലത്തിൻ്റെ സന്ദേശത്തെ ഞങ്ങൾ നിരാകരിക്കുന്നു. ഏതായിരുന്നു ആ സന്ദേശം? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ലോകത്ത് ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ഞാനല്ലാതെ ആരാധ്യനില്ല, അതുകൊണ്ട് എന്നെ മാത്രം ആരാധിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്തുകൊണ്ടല്ലാതെ, അത് ജനങ്ങളോട് കൽപ്പിക്കാൻ പറഞ്ഞുകൊണ്ടല്ലാതെ. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തി റസൂല അനി അബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്ത്, എല്ലാ ഉമ്മത്തിലേക്കും റസൂലുകളെ അയച്ചിട്ടുണ്ട്, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, ത്വാഗൂത്തുകളെ അഥവാ ഷിർക്കിനെ കയ്യൊഴിയുകയും വേണം. അപ്പോൾ എല്ലാ നബിമാരും കൊണ്ടുവന്ന റിസാലത്ത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന റിസാലത്താണ്. അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ തൗഹീദിൻ്റെ റിസാലത്താണ് എല്ലാ നബിമാർക്കും നൽകപ്പെട്ടത്. ആ തൗഹീദിനെ ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണ് പറയുന്നത്. വഖാലു, അവരെല്ലാവരും പറഞ്ഞു, ഇന്ന കഫർന, ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു, ബിമാ ഉർസിൽതും ബിഹ്, നിങ്ങൾ എന്തൊന്നുകൊണ്ടാണോ അയക്കപ്പെട്ടത് അതിനെ, അഥവാ തൗഹീദിനെ, വേദഗ്രന്ഥങ്ങളെ, ആ പ്രവാചകന്മാരുടെ റിസാലത്തും, ആ പ്രവാചകന്മാരുടെ റിസാലത്തിനെയും അവരെന്ത് ചെയ്തു? നിഷേധിച്ചു. അതവർ പരസ്യമായി പ്രഖ്യാപിച്ചു എന്നാണ്. ഞങ്ങൾ നിഷേധിക്കുന്നു. തീർന്നില്ല, അവർ പറഞ്ഞു, വ ഇന്ന, നിശ്ചയമായും ഞങ്ങൾ ലഫീ ഷക്കിൻ, സംശയത്തിലാണ്. ഞങ്ങൾ സംശയത്തിലാണ്. ഷക്ക് എന്ന് പറയുന്ന സംശയം. മിമ്മാ തദ്ഊനന, നിങ്ങൾ ഞങ്ങളെ എന്തൊന്നിലേക്കാണോ ദഅവത്ത് നടത്തുന്നത്, ദഅ യദ്ഉ ദുആഅൻ വ ദഅവ, മിമ്മാ തദ്ഊനന, നിങ്ങൾ ഞങ്ങളെ എന്തിലേക്കാണോ ദഅവത്ത് നടത്തുന്നത് ആ വിഷയത്തിൽ, മിമ്മാ തദ്ഊനന ഇലൈഹി, നിങ്ങൾ ഏതൊന്നിലേക്കാണോ വിളിക്കുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾ സംശയത്തിലാണ്. എങ്ങനെയുള്ള സംശയം? മുരീബിൻ, അവിശ്വാസജനകമായ സംശയം. ഷക്ക് എന്ന് പറഞ്ഞാൽ സംശയമാണ്.
മുരീബ് എന്ന് പറഞ്ഞാൽ അറാബ യുരീബ് ഇറാബ റൈബ് മുരീബ്, സംശയമുണ്ടാക്കുന്ന അഥവാ അവിശ്വാസജനകമായ കുഫറിനെ പ്രൊഡക്റ്റ് ചെയ്യുന്ന സംശയം ഒരാൾക്കുണ്ടാകാം, പക്ഷേ അത് കുഫറിനെ പ്രൊഡക്റ്റ് ചെയ്യുന്നതാവരുത്. അത്തരം സംശയങ്ങളെ ഇസ്ലാം നിരാകരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികളൊക്കെ ആര് സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചോളൂ, അത് അനുവദിക്കപ്പെട്ടതാണ്. പക്ഷേ സൃഷ്ടാവായ അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം, കാരണം അത് കുഫറിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതാണ്. അവിടെ എത്തിയാൽ ഇടതുഭാഗത്തേക്ക് നിങ്ങൾ തുപ്പുകയും അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയുകയും വേണം എന്നാണ്. നിങ്ങൾക്ക് തോന്നിയ ആ സംശയം നിങ്ങൾ വേറെ ആരോടും ചോദിക്കാനും പാടില്ല എന്നാണ്. വേറെ ആരോടും ചോദിക്കരുത്, കാരണം അത് അവിശ്വാസമുണ്ടാക്കുന്ന സംശയങ്ങളാണ്. അതുകൊണ്ട് അവിശ്വാസത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന സംശയങ്ങൾ നല്ലതല്ല, മറിച്ച് മാന്യമായ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള സംശയങ്ങളാകാം. അപ്പോൾ ഇവർ പറയുകയാണ്, വഇന്നാ ലഫീ ശക്കിൻ, ഞങ്ങൾ സംശയത്തിലാണ്, മിമ്മാ തദ്ഉനനാ ഇലൈ, നിങ്ങൾ എന്തിലേക്കാണോ ഞങ്ങളെ വിളിക്കുന്നത്, ഏതിലേക്കാണോ പ്രവാചകന്മാർ വിളിച്ചത്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക്, നിന്റെ റബ്ബിൻ്റെ വഴിയിലേക്ക്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? അപ്പോൾ എവിടേക്കാണ് വിളിക്കുന്നത്? അള്ളാഹുവിലേക്കാണ്. ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ്, ഇതാകുന്നു എൻ്റെ മാർഗം, ഞാൻ നിങ്ങളെ ദഅവത്ത് നടത്തുന്നത് അള്ളാഹുവിലേക്കാണ്. എല്ലാ നബിമാരും ജനങ്ങളെ വിളിച്ചത് അള്ളാഹുവിലേക്കാണ്, അവൻ്റെ ഏകത്വത്തിലേക്കാണ്, അവൻ്റെ തൗഹീദിലേക്കാണ്. ആ തൗഹീദിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നാണ്. വഇന്നാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഉനനാ ഇലൈഹി മുരീബ്, ഞങ്ങൾ സംശയാലുക്കളാണ്, അങ്ങേയറ്റത്തെ സംശയത്തിലാണ്, അവിശ്വാസം ജനിപ്പിക്കുന്ന രൂപത്തിലുള്ള സംശയത്തിലാണ് ഞങ്ങളെന്ന് അവർ പറയുകയുണ്ടായി. അപ്പോൾ എല്ലാ നബിമാരും തൗഹീദിലേക്ക് ക്ഷണിച്ചപ്പോൾ ഒരു മഹാഭൂരിപക്ഷം അതിനെ നിഷേധിക്കുകയും ഞങ്ങൾ നിഷേധത്തിലാണെന്ന് പറയുകയും ചെയ്തു. മാത്രമല്ല ഫറദ്ദു ഐദിയഹും ഫീ അഫ്വാഹിഹിം, അവർ അവരുടെ കൈകളെ അവരുടെ വായിലേക്ക് ഇട്ടു എന്നാണ്. ഇതിന് പല തഫ്സീറും പറയപ്പെട്ടിട്ടുണ്ട്. അഥവാ ആശ്ചര്യം കൊണ്ട് കൈകടിച്ചു, അല്ലെങ്കിൽ പ്രവാചകന്മാർ സംസാരിക്കുമ്പോൾ മിണ്ടരുത് എന്ന് ആക്ഷൻ കാണിച്ചു, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ വായ അവർ പൊത്തിപ്പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതി കൊടുത്തപ്പോൾ വലീദ് ഇബ്നു മുഗീറ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് പേടിച്ചിട്ട് ചെയ്തതാണ്. നബിയോട് നബി മതിയെ ഇനി ഓതരുത് എന്ന് പറഞ്ഞ് നബിയുടെ വായിൽ ഇങ്ങനെ കൈവച്ചു എന്നാണ്. അങ്ങനെയാവാം. പക്ഷേ അതിൽ കൂടുതൽ വന്നിട്ടുള്ള തഫ്സീർ, പരിശുദ്ധ ഖുർആനിൻ്റെ പിൻബലത്തോടുകൂടി വന്ന തഫ്സീർ, അല്ലമ ഇബ്നു ജരീർ ഒത്തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീർ രേഖപ്പെടുത്തുന്നുണ്ട്. ഖാല ഇബ്നു സൈദിൻ ഫീ ഖൗലിഹി ഫറദ്ദു ഐദിയഹും ഫീ അഫ്വാഹിഹിം ഫഖറഅ അദ്ദു അലൈക്കുമുൽ അനാമില മിനൽ ഗൈള്, സൂറത്തു ആൽ ഇംറാനിലെ 119 ദേഷ്യം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വിരലുകൾ കടിക്കുകയുണ്ടായി എന്ന് അള്ളാഹു പറയാണ്. അപ്പോൾ റബ്ബ് തന്നെ പറയാണ്, ദേഷ്യം കൊണ്ട് കൈകടിക്കുക. തൗഹീദിലേക്ക് വിളിക്കുമ്പോൾ ദേഷ്യം പിടിക്കുക. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. ഏകനായ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ, പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകളുടെ ഹൃദയത്തിന് ഭയങ്കരമായ ദേഷ്യം ഉണ്ടാവുന്നു എന്നാണ്. ദേഷ്യം പിടിക്കുകയാണ്, അസ്വസ്ഥമാവാണ്. തൗഹീദ് കേൾക്കുമ്പോൾ അസ്വസ്ഥമാവാണ്. എന്നാൽ വൈദാ ദുകിറല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ ഉള്ളവരെക്കുറിച്ച് കൂടി പറഞ്ഞാലോ, ഇന്ന വലിയനെ വിളിച്ചോളൂ, ഇന്ന വലിയനോട് പ്രാർത്ഥിച്ചോളൂ, ഇന്ന ഷെയ്ഖിന് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചോളൂ എന്നിങ്ങനെ തുടങ്ങി സൃഷ്ടികളെക്കുറിച്ച് പറഞ്ഞാൽ അവർ ഹാപ്പിയായി. എന്നാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ നേർച്ച വഴിപാടുകൾ അർപ്പിക്കാവൂ എന്ന് പറയുമ്പോഴോ അപ്പോഴേക്ക് ദേഷ്യം പിടിക്കുകയാണ്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഒരുപാട് ദൈവങ്ങളെ ഒറ്റ ദൈവമാക്കിയോ, ഇത് അത്ഭുതകരമായ കാര്യം തന്നെ. ഒരുപാട് ആരാധ്യന്മാരെ ഒറ്റ ആരാധ്യനാക്കിയോ, ഇത് അത്ഭുതകരമായ കാര്യം തന്നെ. അവിടെ അവർ പറഞ്ഞത് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ എന്നാണ്. എന്നാൽ ഒരിക്കലും അവർ എന്തു പറഞ്ഞില്ല, ഒരുപാട് സൃഷ്ടാക്കൾ ഒറ്റ സൃഷ്ടാവാക്കിയോന്ന്. കാരണം എന്താണ്? സൃഷ്ടിക്കുന്നവൻ അല്ലാഹു മാത്രമാണെന്ന് അവർക്കറിയാമായിരുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ ലയഖൂലുന്ന അല്ലാഹ് വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർദ മിൻ ബഅദി മൗതിഹാ ലയഖൂലുന്ന അല്ലാഹ് ഖുൽ ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ് ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ്. ഇങ്ങനെ
പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, സംവിധാനിച്ചത്, വമൻ യുദബ്ബിറുൽ അംറ, ഈ ഭൂമിയിലും പ്രപഞ്ചത്തിലുമുള്ള മുഴുവൻ കാര്യങ്ങളുടെയും മുദബ്ബിർ ആരാണെന്ന് ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്. ലാത്തയാണെന്ന് പറയൂല, ഉസ്സയാണെന്ന് പറയൂല. കാരണം അത് അവരുടെ ഈമാനിൽ പെട്ടതല്ല, മറിച്ച് അവരുടെ ഈമാനിൽ പെട്ടതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അല്ലാഹുവാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്, അവനാണ് മഴ വർഷിപ്പിക്കുന്നത്, പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് അല്ലാഹു മാത്രമാണ് എന്നവർക്കറിയാമായിരുന്നു. അപ്പോൾ പിന്നെ ലാത്ത, ഉസ്സ, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയൊക്കെ അവരെന്തായിട്ടാണ് കണ്ടത്? ഹൗലായി ശുഫആഉന ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണിവർ. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവർക്ക് നേർച്ചകളും വഴിപാടുകൾ അർപ്പിക്കുകയാണ്. ഞങ്ങൾ ഇവർക്ക് നേർച്ചയാക്കുമ്പോൾ അവർക്ക് സന്തോഷവും, അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയും. ആ നിലക്കേ ഞങ്ങൾ ഇവരെ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് സമുദ്രത്തിലെത്തിയാൽ കപ്പൽ മറയുന്നു തോന്നിയാൽ ലാത്തേ എന്നവർ വിളിച്ചിട്ടില്ല, ഉസ്സയെ വിളിച്ചിട്ടില്ല, ഇബ്രാഹിം നബിയെ വിളിച്ചിട്ടില്ല, ഇസ്മായിൽ നബിയെ വിളിച്ചിട്ടില്ല. ആരാണ് പറയുന്നത്? റഹ്മാനായ റബ്ബാണ് പറയുന്നത്. ഫഇദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം നിഷ്കളങ്കമാക്കി അവർ അള്ളാനെ മാത്രം വിളിച്ചു തേടും. എന്നാൽ അള്ളാഹുവിന് പുറമെയുള്ള ലാത്തയും ഉസ്സയും മനാത്തയും എല്ലാം തന്നെ അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുന്ന ദൈവങ്ങളാണെന്ന് അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ ഞങ്ങൾക്ക് വിളിക്കാൻ, അങ്ങനെ അവർ സെലക്ട് ചെയ്ത് വിളിക്കുമായിരുന്നു. അങ്ങനെ വിളിച്ചിട്ടില്ല അവർ, കാരണം അത് അവരുടെ അഖീദയിൽ പെട്ടതായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് തന്നെ തൗഹീദ്, റബ്ബിനെ മാത്രമേ വിളിക്കാവൂ, റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, നേർച്ചകളും വഴിപാടുകളും അള്ളാഹുവിനെ നൽകാവൂ എന്ന് പറയുമ്പോൾ ഇവർക്ക് വല്ലാത്തൊരു ദേഷ്യം പിടിക്കുന്നതാണ്. അതാണ് അള്ളാഹു അവരോട് പറഞ്ഞത്, ഖുൽ മൂതു ബിഗൈളിക്കും, നിങ്ങളുടെ ദേഷ്യം കൊണ്ട് മരിച്ചോളി എന്നാണ്. അത്രക്ക് ദേഷ്യമാണെന്നാണ്. തൗഹീദിനോട് അത്രക്കും ദേഷ്യമാണ്. അള്ളാഹു പറയാണ് ഈ ദേഷ്യം കൊണ്ട് മരിക്കാറായിരിക്കുന്നു. നിങ്ങൾക്ക് സമൂഹത്തിൽ നോക്കിയാൽ കാണാം, ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഖുർആനിനെയും നബിയെയും പറയുമ്പോൾ ആളുകളുടെ ആ ഒരു ഈർഷ്യത, ദേഷ്യം, വെറുപ്പ് അത് സമൂഹത്തിൽ, സൊസൈറ്റിയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് വല്ലാത്തൊരു അസുഖമായി മാറി മരിക്കുന്നിടത്തിലേക്ക് വരെ ആ ദേഷ്യം അവരെ എത്തിക്കുന്നതാണ്. അത്രമാത്രം കോപമാണ് അവർക്ക് ഇസ്ലാമിനോടും ഈ തൗഹീദിനോടും. അത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംബന്ധിച്ച് പറഞ്ഞത്, ഫറദ്ദു ഐദിയഹും ഫീ അഫ്വാഹിഹിം, ദേഷ്യം കൊണ്ടാണ്. വഖാലു, എന്നിട്ട് അവർ തുറന്നു പറഞ്ഞു, ഇന്നാ കഫർനാ ബിമാ ഉർസിൽതും ബിഹി, നിങ്ങൾ നിയോഗിക്കപ്പെട്ടതിനെ ഞങ്ങൾ നിഷേധിക്കുകയാണ്. വ ഇന്നാ ലഫീ ശക്കിൻ മിമ്മാ തദ്ഊനനാ ഇലൈഹി മുരീബ്, നിങ്ങൾ ഏതൊരു തൗഹീദിലേക്കാണോ ഞങ്ങൾ ദഅവത്ത് നടത്തുന്നത് അതിനെക്കുറിച്ച് ഞങ്ങൾ സംശയത്തിലാണ്. അതിനുള്ള മറുപടി എല്ലാ അമ്പിയാക്കളും നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, എല്ലാ അമ്പിയാക്കളും നൽകിയിട്ടുണ്ട്. എന്താണ് ആ മറുപടി എന്ന വിഷയം റബ്ബ് തൗഫീഖ് ചെയ്താൽ ഇൻഷാ അള്ളാഹ് അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദികേടിൽ നിന്നും അതിലേക്ക് ക്ഷണിക്കുന്ന പിശാചിൻ്റെ ഷർറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങളെ അവനെ അനുസരിക്കുന്ന വിഷയത്തിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.